നീ ആഗ്രഹിച്ചാൽ ദൈവം നിനക്ക് തരും. നീ ആഗ്രഹിച്ചാൽ ദൈവം നിനക്ക് ഏത് കെട്ടഴിക്കാനുള്ള ശക്തിയും തരും. നീ ആഗ്രഹിച്ചാൽ നിന്റെ മേൽ ദൈവത്തിന്റെ അത്യത്ഭുതമായ അഗ്നി കടന്നു വരും. ആഗ്രഹിക്കണം. വെറുതെ ഒരു ആരെങ്കിലും ഒരു കൺവെൻഷന് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ എന്നാൽ 4 ദിവസത്തേക്ക് പാപം നിർത്തിയേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു കൺവെൻഷൻ ഒരു ധ്യാനം കൂടി എന്നാൽ ഒരു 10 ദിവസത്തേക്കെല്ലാം നിർത്തിയേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. 50 നോമ്പ് വന്നപ്പോൾ എന്നാ പിന്നെ കാര്യം നടക്കാൻ വേണ്ടി ഈ 50 ദിവസം ഒന്ന് കൂടി നിർത്തിയേക്കാം, 50 ദിവസം എന്നാൽ ഈ പാപം ചെയ്യാതിരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. മരണം വരെ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്, സാത്താനെ കാൽക്കീഴിലിട്ട് ചവിട്ടുന്ന ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം. പിശാച് തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന മക്കൾ, വിശ്വാസ വീരന്മാർ, വിശ്വാസ വനിതകൾ സഭയിൽ ഉണ്ടാവണം. പറ്റില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളർത്താൻ പറ്റില്ലേ? പറ്റണമെങ്കിൽ നിങ്ങൾ വിശുദ്ധരാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു അന്തോണീസിന്റെ, ഒരു അൽഫോൻസാമയുടെ, ഒരു ചാവറയച്ചന്റെ, ഒരു ഏപ്രാസിയമ്മയുടെ കുത്തകയല്ല തിരുസഭയുടെ എല്ലാ മക്കൾക്കും ദൈവം തന്നിരിക്കുന്നതാണ് പരിശുദ്ധി. ഇന്ന് നിനക്കതില്ലെങ്കിൽ നീ അധ്വാനിച്ച് പോരാടി യുദ്ധം ചെയ്ത് കരഞ്ഞ് കൈവിരിച്ച് മുട്ടുകുത്തി തപസ് ചെയ്ത് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ.